ആണ് നിങ്ങൾ മറ്റേ ചാനലിൽ കൂടി അറിഞ്ഞു, മീഡിയ കൂടി അറിഞ്ഞു ഇങ്ങനെ അറസ്റ്റിലായിരുന്നു. അതല്ലാതെ വേറെ ഇൻഫർമേഷൻ ഒന്നുമില്ല. പിന്നെ അതാ അവനെ കൊന്നതാണെന്നുള്ളത് തന്നെ എനിക്ക് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. CBI അന്വേഷിച്ചിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർക്ക്. ഇല്ല, അത് നമ്മള് മറ്റേ അപേക്ഷയൊക്കെ കൊടുത്ത് CBI വന്ന് അവർ ചോദ്യം ചെയ്തു എന്ന് പറയണു. അറിഞ്ഞൂടാ, റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാവും എങ്ങനെയാണെന്ന്. ആദ്യത്തെ റിപ്പോർട്ടിലൊന്നും കിട്ടിയില്ല എന്നാ പറയണേ. രണ്ടാമത്തെ റിപ്പോർട്ടും കൊടുത്തു, അതിനകത്ത് പുതിയതായിട്ടൊന്നും ഇല്ലെന്നാണ് പറയണായിട്ട്. അല്ല, അടുത്തെന്ന് പറഞ്ഞാൽ അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ. കാരണം ഈ കൊണ്ടുവരണതും കൊണ്ടുപോകണതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ. അത് മാത്രമല്ല, അവൻ നേരത്തെ 1-2 കേസിൽ, ക്രിമിനൽ കേസിൽ പുള്ളിയാണ്. ഒരു ATM കവർച്ചയുടെ കേസ്, ഒരു ഭവനവേദന കേസ്, ഇങ്ങനെ 2-3 കേസുകളൊക്കെ ഉണ്ടായിരുന്നു അവന്റെ പേരില്. അപകടത്തിന് ശേഷമാണോ ഈ കേസുകളെ പറ്റിയൊക്കെ അറിയുന്നത്? അത്രേ ഉള്ളൂ, അതിനു മുമ്പല്ല. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചായിരുന്നോ? അറിഞ്ഞൂടാ അവരെന്തൊക്കെ ചെയ്തെന്ന്. ഒരു പേപ്പറൊക്കെ കൊടുത്ത് ഇങ്ങേർക്ക് പറയണ കുറച്ച് പാർഷ്യലായിട്ട് കുറച്ച് പേപ്പേഴ്സൊക്കെ കിട്ടി. കംപ്ലീറ്റ് റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. കൊടുത്തിട്ടുണ്ട്. MACT ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് അവന് 1,30,00,000 രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് MACT തൃശ്ശൂർ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. 1 കോടി രൂപയാക്കി റൗണ്ട് ചെയ്തു 1.30 എന്നുള്ളത്. അതിപ്പോ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ വക്കീലിനെ അയക്കുകയാണ്. കേസ് ഇങ്ങനെ നീട്ടിവെക്കി ഓരോ പ്രാവശ്യം നീട്ടിവെക്കുമ്പോഴേ നമ്മൾ പൈസയും കൊടുത്തു.